കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ MVP 004 പേപ്പർ കോഡ് ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ടു മേക്ക് യുവർ ടേം ആൻഡ് എക്സാം കംഫർട്ടബിൾ ആൻഡ് വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ ഒരു ഡാറ്റയിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട്, എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തുന്നുണ്ട്, ദെൻ റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഒബ്വിയസ് ആയിട്ട് നമുക്ക് വിളിച്ച് പറയുന്നത്. സോ റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ് എടുക്കുന്നുണ്ട്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്സിൻ്റെയും പ്രോബബിലിറ്റി എങ്ങനെയാണ് ഈ ഒരു ടേം എക്സാംസിൻ്റെ അപ്പിയറൻസിൽ വരാനായിട്ടുള്ള സാധ്യത ആൻഡ് പ്രഡിക്ഷൻ ഓൾസോ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി റാൻഡം ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊവൈഡിംഗ് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് സിലബസിനെ മാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് അപ്രോച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്ട്രോങ് ഗൈഡാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡു നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഹൈ, മീഡിയം ആൻഡ് ലോ റെലവൻസിലുള്ള ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഇത് എൻറ്റയർ സിലബസിൻ്റെ മെയിൻ ടോപ്പിക്കുകളെ തരംതിരിക്കാം. ഈ ഹൈ റെലവൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 10 പ്രാവശ്യത്തിൽ കൂടുതൽ അപ്പിയറൻസ് കാണിച്ചിട്ടുള്ള ടോപ്പിക്കുകളാകുന്നു. ആൻഡ് മീഡിയം എന്ന് പറയുന്നത് 5 to 9 ടൈംസ് അപ്പിയറൻസിൽ വരുന്നു. ദെൻ ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ഇവിടെ ഹൈ റെലവൻസിലുള്ള 3 ടോപ്പിക്കുകൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കോൺസെപ്റ്റ് PDCA സൈക്കിൾ, അത് നമ്മുടെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സിസ്റ്റം, യൂണിറ്റ് 2 ഓഡിറ്റിംഗിൽ ISO 1911 ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്രോസസ്സസ് 21 തവണ വന്നിട്ടുണ്ട്, ഹൈ റെലവൻസിലാണ്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഏരിയ നമ്മുടെ യൂണിറ്റിൽ നിന്ന് നാഷണൽ ഓർ ഇന്റർനാഷണൽ ബോഡീസ് QCL, NABL, NABCEB ഒക്കെ അപ്പിയറൻസ് 15 പ്രാവശ്യം വന്നിട്ടുണ്ട് ആൻഡ് ഹൈ റെലവൻസിലാണ് ഉള്ളത്. വേറെ ഹൈ റെലവൻറ്റ് ടോപ്പിക്കുകളാണ് യൂണിറ്റ് 4 ആൻഡ് 5ലെ. യൂണിറ്റ് 4ലെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് QMS സ്കോപ്പ്, യൂണിറ്റ് 5ലെ സ്ട്രക്ചർ ആൻഡ് ഡോക്യുമെന്റേഷൻ, അതിൽ ക്വാളിറ്റി മാനേജ്മെന്റ് SOPs, വർക്ക് ഇൻസ്ട്രക്ഷൻസ് 15, 16 തവണ വീതം വന്നിട്ടുള്ളത് ഹൈ റെലവൻറ്റ് ടോപ്പിക്കുകളാണ്. വെറാസ് യൂണിറ്റ് 6ലെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ്, റിസോഴ്സസ്, പ്രൊഡക്റ്റ് റിയലൈസേഷൻ 5 തവണ വന്നതുകൊണ്ട് മീഡിയം റെലവൻസിലും, യൂണിറ്റ് 7ലെ QMS ഇംപ്ലിക്കേഷൻ എക്സാമ്പിൾസ് 2 തവണ വന്നിട്ടുള്ളതുകൊണ്ട് ലോ റെലവൻസിനും പെടുത്തിയിരിക്കുന്നു. വേറെ HACCP പ്രീ റിക്വസ്റ്റ് പ്രോഗ്രാം ഫുഡ് ചെയിൻ അപ്രോച്ച് 22 തവണ വന്നിട്ടുണ്ട്, ഹൈ റെലവൻസിലാണ് വരുന്നത്. FSMS ഡോക്യുമെന്റേഷൻ ഹൈറാർക്കി ലോ റെലവൻസ് ആണ്, കാരണം 3 തവണ മാത്രമേ അപ്പിയറൻസ് ഉണ്ടായിട്ടുള്ളൂ. ഓപ്പറേഷൻ കൺട്രോൾ വെരിഫിക്കേഷൻ ഇംപ്ലിമെന്റ് യൂണിറ്റ് 10ലെ 8 തവണ വന്നതുകൊണ്ട് മീഡിയം ലെവലിലും, യൂണിറ്റ് 11ലെ HACCP പ്ലാൻ എക്സാമ്പിൾസും ISO 22000 അഡോപ്ഷൻ 6 തവണ വന്നിട്ടുള്ളതുകൊണ്ട് മീഡിയം റെലവൻസിലുമാണ് പെടുത്തിയിട്ടുള്ളത്. വെറാസ് മാനേജ്മെന്റ് ടെക്നിക് റിക്വയർമെന്റ് യൂണിറ്റ് 12ലേത് മീഡിയത്തിലും, യൂണിറ്റ് 30ലെ അനലിറ്റിക്കൽ വാലിഡേഷൻ പ്രൊഫഷൻസി ടെസ്റ്റിംഗ് മീഡിയം റെലവൻസിലും പെടുത്തിയിട്ടുണ്ട്. വെറാസ് യൂണിറ്റ് 14 ആൻഡ് 15ലെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് പാത്തോജൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് 1 തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. സോ ലോ റെലവൻസ് ആണുള്ളത്. വെറാസ് യൂണിറ്റ് 15ലേത് ലാബ് ലേഔട്ട്, GLP, എക്യുപ്മെന്റ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് 3 തവണ മാത്രം അപ്പിയറൻസ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ലോ റെലവൻസിലാണ് പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ യൂണിറ്റ് 16 BRC, LOP, സ്ട്രക്ചർ, കോംപ്ലിമെന്റ്സ്, ക്ലോസസ് 7 ടൈംസ് വന്നിട്ടുണ്ട്. കീ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റ് പ്രോസസ്സ് യൂണിറ്റ് 17ലെ 5 ടൈംസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 18ലെ കോഡ് ഹൈറാർക്കി ആൻഡ് സർട്ടിഫിക്കേഷൻ 5 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 19ലെ ഫാം അഷുറൻസ് ആൻഡ് ട്രേസബിലിറ്റി, സസ്റ്റൈനബിലിറ്റി 5 തവണ വന്നിട്ട് ഈ ടോപ്പിക്കുകൾ 4 മീഡിയം റെലവൻസിലാണ് പെട്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ ചാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ്സ് അനുസരിച്ചിട്ട്
കൂടുതൽ ക്വസ്റ്റ്യൻസിനും സാധ്യതയുള്ള ഹൈ റെലവൻറ്റ് ബ്ലോക്കുകളായിട്ട് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 ആണ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ലോ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1, ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ബ്ലോക്ക് 5 ആൻഡ് ബ്ലോക്ക് 4 ഇതാണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ ഈ ബ്ലോക്ക് 4 ലോ റെലവൻസിലാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസേ അതിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പഠിക്കണ്ട എന്നുള്ളതല്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ കൂടുതലായിട്ട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലെ ടോപ്പിക്കിനെ കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് ആ ഒരു ഡിക്രീസിങ് ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹീറ്റ് മാപ്പാണ്. ഈ ഹീറ്റ് മാപ്പിൽ ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഫ്രീക്വൻസി അനലൈസ് ചെയ്ത് ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കളർ ഗ്രേഡ് റെഫറൻസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ആണ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു കീ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. കൂടുതലായിട്ടും ടേം എൻഡ് എക്സാംസിന് വരാൻ സാധ്യതയുള്ള നമ്മൾ ഈ ഹൈ ഈൽഡ് ടോപ്പിക് എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഒന്നാണ് ISO 22000 ഓവർവ്യൂ ആൻഡ് HACCP യൂണിറ്റ് 8 ഹൈ ഫ്രീക്വൻസിയാണ് അത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഓഡിറ്റിംഗ് ആൻഡ് ISO 19011 U2 അതായത് യൂണിറ്റ് 2 ആണ്. ഫ്രീക്വൻസി നല്ല രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ലോങ് ആൻസേഴ്സിനും സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡക്ഷൻ ആൻഡ് ISO 1901 ഡോക്യുമെന്റേഷൻ യൂണിറ്റ് 1 and 5. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് ചെയ്യാം. ബേസിക്കലി ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 10 to 15 മാർക്സിലായിരിക്കും വരിക. 400 to 600 വേർഡ്സിൽ അതിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 5 മാർക്സിലായിരിക്കും. ടിപ്പിക്കലി 120 to 150 വേർഡ്സ് പെർ റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. കേസ് സ്റ്റഡീസ് 10 to 15 മാർക്സ്, അനാലിറ്റിക്കൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ടാസ്കുകളാണ് വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ MCQ ടൈപ്സ് എന്ന് പറയുന്നത് 1 മാർക്ക് ഈച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ബേസിക്കലി കോൺസെപ്റ്റ് റീകോൾ, ഡെഫിനേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽസ് ഓർ കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് റെയർ ആണ്. അതും ഉണ്ടെങ്കിൽ തന്നെ ലെസ് ദാൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓർ മാച്ച് ദ പെയേഴ്സ് എന്ന് പറയുന്നത് ഒക്കേഷണലി യൂസ് ഇൻ ഇന്റേണൽ അസസ്മെന്റ്, പക്ഷേ ടേം ആൻഡ് എക്സാംസിന് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നെഗ്ലിജിബിൾ ഇൻ ടേം ആൻഡ് എക്സാം എന്നുള്ളത് എന്ന കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഓരോ ക്വസ്റ്റ്യൻസിനെയും എങ്ങനെയാണ് നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള essay ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബേസിക്കലി കോൺസെപ്ച്വൽ ഡെപ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഇൻ്റഗ്രേഷൻ സിസ്റ്റംസ്, QMS, FSMS, ISO സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 5 to 15 മാർക്സിൽ ഒരു 500 വേർഡ്സ് അപ്രോപ്രിയേറ്റിൽ നിങ്ങൾ ചെയ്യുക വിത്ത് ഡെഫിനേഷൻ, എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാം. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു അപ്രോക്സിമേറ്റ് 150 വേർഡ്സിൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് എഴുതുക. 2 to 4 ഷോർട്ട് നോട്ട്സ് ആയിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് വയ്ക്കുക. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ കേസ് സ്റ്റഡി ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 to 15 മാർക്സിൽ 200 to 300 വേർഡ്സിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് വരും. പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ 200 to 300 വേർഡ്സ്. ഒബ്ജക്റ്റീവ്സ് ഓർ MCQ എന്ന് പറയുന്നതിൽ കൂടുതലായിട്ടും റീകോളിംഗ് ആണ്. കീ ടേംസ്, ISO ക്ലോസ്, ഡെഫിനേഷൻസ് അതൊക്കെ ആയിരിക്കാൻ ചോദിക്കുക. യൂഷ്വലി 10 to 15 ഐറ്റംസ് വരും, 1 മാർക്സ് ഈച്ചിൻ്റെ. അപ്പോൾ അത് കൂടുതൽ ആക്യുറസിനെയും സ്പീഡ് റാദർ ദാൻ ഇലാബറേഷൻ ആണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസിസ് ആണ്. ബ്ലോക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 23 പെർ 100 23 മാർക്സിലാണ് വരണ്ടാവുക. ബ്ലോക്ക് 2 ആണെന്നുണ്ടെങ്കിൽ 19 മാർക്സിൻ്റെ
ഓക്കെ, ബ്ലോക്ക് 3 എന്നുള്ളത് 27 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബ്ലോക്ക് 4 16 മാർക്സിന്, ബ്ലോക്ക് 5 15 മാർക്സിന്. സോ ഇതാണ് അതിന്റെ ഓരോരുത്തരുടെയും ടോട്ടൽ മാർക്സിന്റെ ഷെയർ വരുന്നത് കേട്ടോ. ദെൻ ഇത് ആ ഒരു ഡാറ്റ തന്നെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. ഇനി പാറ്റേൺ അനാലിസിസ് നടത്തുമ്പം കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബേസിക്കലി അപ്രോപ്രിയേറ്റ്ലി 10-25% നമ്മളുടെ ഇഗ്നോ ഷിഫ്റ്റ് ടുവേർഡ്സ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ടെസ്റ്റിംഗിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്ലൈനിങ് നേച്ചറാണ് കാണിച്ചിട്ടുള്ളത് ഇതുവരെ. MCQ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയാനായിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഒരു 40 മാർക്കിന് ഒരു അറൌണ്ട് 75 മിനിറ്റ്സിനുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഔട്ട്ലൈൻ ബിഫോർ റൈറ്റിംഗ് പ്രോപ്പർലി ചെയ്ത് വെക്കുക. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 25 മാർക്ക്, അപ്രോപ്രിയേറ്റ് 45 മിനിറ്റ്സ് അതിന് വേണ്ടി കൊടുക്കാനുള്ള രീതിയിലേക്ക് ഡിസൈൻ ചെയ്യാം. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് 25 മാർക്സിൽ അപ്രോപ്രിയേറ്റ് 50 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻട്രോ, അനാലിസിസ്, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ പോവുക കേസ് സ്റ്റഡി റെപ്രസെന്റ് ചെയ്യുമ്പോൾ. MCQs ഓർ ഒബ്ജക്റ്റീവ്സ് 10 മാർക്സിലായിരിക്കും, ലെസ് ദാൻ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് 10 മിനിറ്റ് വളരെ ക്വിക്കായിട്ട് എൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക കേട്ടോ. ഈ ISO 22000 എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ ഓഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എസ്സേസിന് ഏർലി പ്രിപ്പറേഷൻ കൊടുക്കുക, കാരണം അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് HACCP ആൻഡ് ഹൗ ദേ ആർ അപ്ലൈഡ് ഇൻ എ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്, നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. Discuss the principle of auditing and outline the step in planning and conducting management system audit. Describe the PDCA cycle and explain its role in management systems such as ISO 1901, ISO 22000. അതെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. Give an overview of ISO 20000 and 2005, highlighting its key elements and benefit for the food industry. Discuss the role and function of accreditation and standardization bodies such as QCL, NABL, NABCB, IAF, and ILAC in food safety. Explain the documentation requirements in ISO-based management system, quality management manual, procedures, work instructions, and record. Outline the main principles and clause of ISO 1901 and explain how they support continuous improvement. Describe the management and technical requirements of ISO 17025 for food testing laboratories. Then 9th place, explain the concept of traceability in food supply chains and describe the importance of the product recall and food safety. 10th, compare question retailers, third-party standards, BRC, IFS, SQL, Global AP in terms of scope and key requirements. ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ബ്ലോക്ക് 3 പ്രിൻസിപ്പൽ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് SACP നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അതിന്റെ ഫ്രീക്വൻസി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളത്, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഡീറ്റെയിലി. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർ ആയിട്ട് ഈ essay ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ഔട്ട്ലൈൻ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് തന്നെ അത് ഡ്രാഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. അതിന്റെ ഒരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാട്രിക്സ് നമ്മളിപ്പോൾ കാണിച്ചു തന്നെങ്കിൽ ഹൈ എന്ന് പറയുമ്പോൾ 70%, മീഡിയം 40 to 69%, ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 40% വരും കേട്ടോ. അപ്പം റെലവൻസ് വെച്ച് നോക്കുമ്പം ഇൻട്രൊഡക്ഷൻ ടു PDCA, ഫാമിലി ആൻഡ് ISO സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാൻ ഡീറ്റെയിൽ ചെയ്ത് നേരത്തെ പറഞ്ഞതിന്റെ തന്നെ പ്രോബബിലിറ്റി പ്രൊഡിക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഡാറ്റയ്ക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ഡാറ്റയ്ക്ക്. ദെൻ ഫോളോഡ് ബൈ ദിസ്, ഇതിനെയും ഡീറ്റെയിൽ ചെയ്തൊന്ന് നോക്കുക കേട്ടോ. പോസ് ചെയ്തിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ നിങ്ങൾക്ക് അതിനെ മാർക്ക് ചെയ്ത് പോകാനായിട്ട് എളുപ്പമുണ്ടാവും. സോ ഹൈ റെലവൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് PDCA ഉണ്ട്, ദെൻ ISO ഉണ്ട് 1911, ദെൻ പിന്നെ എന്താണ് QCL, NABL, NABCB, ദെൻ ഹൈ റെലവൻസിലാണ് വരുന്നത് കേട്ടോ. ദെൻ QMS, direct theory and embedded in case scenarios, then HACCP, ISO 22000, then medium level clues are examined irregularly but with significant marks when they appear. Then basically FSMS in interpretation, then case study appear moderately, usually as one problem per paper എന്നുള്ള രീതിയിൽ വരും. Then ISO 17025, then പാരാമീറ്റേഴ്സ് ഓർ വാലിഡേഷൻ ക്വസ്റ്റ്യൻസ്, റീറ്റെയിൽ സ്റ്റാൻഡേർഡ്സ് BRC ഒക്കെ വരും, IFS, SQL, ഗ്ലോബാൽജി ഒക്കെ വരും. ഓക്കെ,
അപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും ഹൈ പ്രോബബിലിറ്റിയിൽ യൂണിറ്റ് 1, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 2, യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 8 എന്ന് വരാമെന്നുള്ളത് 5 to 15 മാർക്സിൻ്റെ എസ്സേസ് ആയിട്ട് തന്നെ ക്രിസ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് 6, 10, 11, 12, 30, 60, 70, 80, 90. ഫ്ലാഷ് കാർഡ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ലോങ് ആൻസർ പ്ലസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ, ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ വരും റെപ്രസെൻറ്റ് ചെയ്യുക. ഹാഫ് എ പേജ് എഴുതാനായിട്ട് പഠിക്കേണ്ട ലോ പ്രോബബിലിറ്റി ടോപ്പിക്കുകളാണ് 11, 7, 9, 14 ആൻഡ് 15th യൂണിറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ചെയ്ത് നോക്കുക, പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിനെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ആ പറഞ്ഞ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്കിനും ആ ടൈമിനും അനുസരിച്ച് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പ്ലസ് പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പാച്ച് വർക്ക്സ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻസിനെ നിങ്ങൾക്ക് പ്രോപ്പർലി ചാനൽ ചെയ്യാനായിട്ട് പറ്റും. ടോട്ടലി 7-8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഡീറ്റെയിൽ ചെയ്ത് നിങ്ങളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. സോ വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിങ് മൈ പ്രസന്റേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.